ഹലോ. ജീവിതത്തിൽ സാമ്പത്തികമായി മെച്ചപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്തവരില്ല. നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹം അതിനാൽ തന്നെ തെറ്റല്ല. എല്ലാവരും നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ്. പണമുണ്ട് എന്നതുകൊണ്ട് മാത്രം ജീവിതവുമാകുന്നില്ല. എന്നാൽ പണമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? തുടർന്ന് എപ്പിസോഡുകളിലൂടെ സമ്പത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന വിഷയത്തിലേക്കാണ് നമ്മൾ ചുവടുവയ്ക്കുന്നത്. കഴിഞ്ഞ 30 വർഷത്തെ സാമ്പത്തിക ശാസ്ത്ര അധ്യാപിക എന്നുള്ള നിലയിൽ സാമ്പത്തിക വിനിയോഗത്തെ ശാസ്ത്രീയമായി പഠിപ്പിച്ച അനുഭവ സമ്പത്തും, മാതൃഭൂമി ദിനപത്രത്തിൽ സ്മാർട്ട് മണി എന്നുള്ള കോളം 2 വർഷത്തിലേറെയായി തുടർച്ചയായി എഴുതുന്നതിൽ നിന്ന് കിട്ടുന്ന, വായനക്കാരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണത്തിൻ്റെ അനുഭവ സമ്പത്തുമാണ് ഈ ഒരു എപ്പിസോഡിലേക്ക് കടന്നു വരാൻ എനിക്ക് പ്രചോദനമായത്. പണത്തിൻ്റെ പേരിൽ വിഷമിക്കുന്ന, കടം കയറി കടക്കെണിയിലായി ആത്മഹത്യ ചെയ്യുന്ന, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് ഞാൻ വിശകലനം ചെയ്യാറുണ്ട്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് കടക്കെണി പെട്ടെന്ന് ഓടിക്കയറി വരുന്നതല്ല, മറിച്ച് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളോ രോഗമോ അപകടമോ മരണമോ ഒക്കെ ഒരുപക്ഷെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തെ കടത്തിലേക്ക് എത്തിച്ചേക്കാം. എന്നാൽ കടക്കണയിൽപ്പെട്ട് ഉഴലുന്നവരെ നമ്മളൊന്ന് എടുത്ത് പഠിച്ചു നോക്കിയാൽ ആത്യന്തിക വിശകലനത്തിൽ നമുക്ക് മനസ്സിലാകും, പണത്തെ കൈകാര്യം ചെയ്യാനുള്ള അവരുടെ കഴിവില്ലായ്മയിൽ നിന്നാണ് പലപ്പോഴും ഈ ദുരന്തത്തിലേക്ക് അവരെത്തിച്ചേർന്നത്. പണം കൈകാര്യം ചെയ്യുക എന്നത് കലയാണ്, അത് ശാസ്ത്രവുമാണ്. ശാസ്ത്രീയമായി അഭ്യസിച്ചെടുക്കേണ്ട കലയാണ്. ഇഫ് യു കാൺ മാനേജ് യുവർ മണി, മണി വിൽ മാനേജ് യു എന്ന് പറയുന്നത്. പണത്തെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പണം കയറി നിങ്ങളെ കൈകാര്യം ചെയ്യും. അങ്ങനെ പണം കയറി നമ്മളെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ കൈവിട്ടു പോകുന്നു. കടത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നവർക്കറിയാം, കടം കയറുന്നതിൻ്റെ ആദ്യത്തെ നാളുകളിൽ അവർ അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഒരു ചിട്ടിയെടുത്ത് മറ്റൊരു ലോണിലേക്ക് അടയ്ക്കും. ഒരു ചിട്ടി ക്ലോസ് ചെയ്യാറാകുമ്പോഴത്തേക്കും തന്നെ മറ്റൊരു ചിട്ടി തുടങ്ങുന്നു. ആ ചിട്ടി തന്നെ പിടിച്ചിട്ട് ഈ ലോണിലേക്ക് അടയ്ക്കുന്നു. വേറൊരിടത്തു നിന്ന് കടമെടുത്ത് ആദ്യത്തെ കടം വിട്ടുന്നു. കടത്തിൻ്റെ ആദ്യ നാളുകളിൽ കൈകൾക്കുള്ളിൽ ഇതൊക്കെ നിൽക്കുന്നതായിട്ട് തോന്നും. എന്നാൽ ഒരു സ്റ്റേജ് എത്തും, പിടിച്ചാൽ കിട്ടാത്ത സ്റ്റേജ്. ആ സ്റ്റേജിലേക്ക് മനുഷ്യനെത്തുന്നത് പരിതാപകരമായ അവസ്ഥയാണ്. അത് സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ മണി മാനേജ്മെൻറ്റ് എന്നുള്ള ഈ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ ചുവടുവയ്ക്കുന്നത്. നമുക്കറിയാം, ഒരുവൻ ദരിദ്രനായി ജനിക്കുന്നത് അവൻ്റെ കുറ്റം കൊണ്ടല്ല. എന്നാൽ ഒരുവൻ ദരിദ്രനായി മരിക്കുന്നത് അവൻ്റെയും കൂടി കുറ്റം കൊണ്ടാണ്. ഈ ഒരു വലിയ സത്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചിന്തയാണ് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കാണുന്നത്. പണത്തോടുള്ള മനുഷ്യൻ്റെ സമീപനം വ്യത്യസ്ത രീതിയിലാണ്. പണത്തെ തിന്മയായി കാണുന്നവരുണ്ട്, പണത്തെ പൂർണ്ണമായി വർജിക്കുന്നവരുണ്ട്. പണം അത് വളരെ പൈശാചികമായ കാര്യമാണെന്ന് കണ്ടുകൊണ്ട് അതിൻ്റെ അടുക്കലേക്ക് പോലും പോകാതെ അതൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ പണത്തെ കാര്യമായി കണ്ടുകൊണ്ട് അതിനെ സൃഷ്ടിച്ച് വളർത്തി പരിപാലിച്ച് കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുമുണ്ട്. 4 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. പണം നമ്മൾ സൃഷ്ടിക്കുന്നു, പണം നമ്മൾ പരിപാലിക്കുന്നു, പണം നമ്മൾ വളർത്തുന്നു, പണം നമ്മൾ കൈമാറ്റം ചെയ്യുന്നു. ധനവിനിയോഗത്തിൽ പണം മാത്രമല്ല, ധനമെന്ന് പറയുമ്പോൾ അതിനെ 2ആയിട്ടാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ തിരിക്കുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് മാനുഷിക മൂലധനം, മാനുഷിക ഇതര മൂലധനം എന്ന് നമ്മൾ പറയും. മെറ്റീരിയൽ ക്യാപിറ്റലും നോൺ മെറ്റീരിയൽ ക്യാപിറ്റൽ എന്നും നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വിഭജനവും ഇടാം. അതായത് മനുഷ്യ വിഭവശേഷി തന്നെ ഒരു ധനമാണ്. മനുഷ്യൻ്റെ കഴിവുകൾ, ആ കഴിവ് ഉപയോഗിക്കുന്ന രീതികൾ, പിന്നെ നമ്മൾ കാണുന്ന കെട്ടിടങ്ങളോ സാമഗ്രികളോ മെഷീനറികളോ പ്ലാന്റുകളോ ഒക്കെ ധനവിനിയോഗത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു മാർഗ്ഗങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ നമ്മൾ പണത്തെ കാണാൻ സാധിക്കും. 2 രീതിയിലും നമുക്കൊരു നല്ല സമീപനം വേണം. ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്, ദൈവം എല്ലാം നോക്കിക്കോളും, ഞാനായിട്ടൊന്നും ചെയ്യേണ്ട. വിശ്വാസത്തിൽ ആ ചിന്ത ശരിയാണെങ്കിലും ദൈവം തന്നിരിക്കുന്ന ബൗദ്ധികവും കായികവും ശാരീരികവുമായ കഴിവുകൾ ഉപയോഗിച്ച് പണം സൃഷ്ടിക്കാനും കൂടി നമ്മൾ ബാധ്യസ്ഥരാണ്. ഓർക്കുക, പണത്തെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ജീവിതം ഒരു വാദ്യോപകരണമാണെങ്കിൽ ഈ വാദ്യോപകരണത്തെ ശരിയായ രീതിയിൽ ട്യൂൺ ചെയ്യുക, അപസരമുണ്ടാകാതെ ട്യൂൺ ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് പോലെയാണ് പണത്തെയും. പണത്തെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, ഇല്ലെങ്കിൽ പണം കയറി നമ്മളെ കൈകാര്യം ചെയ്യും.